Hi everyone, I am back. Good morning. Welcome to our geography class. I hope you all are staying safe and healthy during this COVID situation. Children, do you remember what we have learned in the previous session? Okay, very good. Rotation, revolution and leap year. നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത് കഴിഞ്ഞ സെഷനിൽ? റൊട്ടേഷൻ എന്താണെന്ന് പഠിച്ചു, റെവല്യൂഷൻ പഠിച്ചു, പിന്നെ ലീപ്പ് ഇയർ എന്താണെന്ന് പഠിച്ചു. എന്താണ് റൊട്ടേഷൻ? യെസ്, വെരി ഗുഡ്. ദെൻ റെവല്യൂഷൻ, വാട്ട് ഈസ് റെവല്യൂഷൻ? യെസ്, വെരി ഗുഡ്, റെവല്യൂഷൻ പഠിച്ചു. ലീപ്പ് ഇയർ, ലീപ്പ് ഇയർ എന്താണ്? അതിവർഷം അല്ലേ? ലീപ്പ് ഇയർ എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് അതിവർഷം എന്നാണ്. ഇത് ആണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ഇനി ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേസ് സെഷൻ. ആർ യു റെഡി? ഓക്കെ, ഗോഡ് ബ്ലസ് യു ചിൽഡ്രൻ. ലീപ്പ് ഇയറിന്റെ പ്രത്യേകത എന്താണ്? 365 ദിവസത്തിന് പകരം ഒരു ദിവസം കൂടുതലുണ്ട്, 366 ദിവസം. അപ്പോൾ ഫെബ്രുവരിക്ക് എത്ര ദിവസം ഉണ്ടാകും? 28 എന്നുള്ളത് 29 ആകും. മക്കളെ, ഒരു കാര്യം ശ്രദ്ധിച്ചു, ഈ വർഷം 2020 ലീപ്പ് ഇയർ ആണ്. കലണ്ടർ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരിക്ക് 29 ദിവസമുള്ളതായിട്ട് കാണാം. നോക്കുമല്ലോ എല്ലാരും? നോക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ലീപ്പ് ഇയർ എന്നായിരിക്കും? അതായത് 4 വർഷം കൂടുമ്പോഴല്ലേ ലീപ്പ് ഇയർ? അത് 2024 ആയിരിക്കും. ഓ, വെരി ഗുഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? 2024 അടുത്ത ലീപ്പ് ഇയർ എന്ന് നമുക്ക് അറിയാം. അപ്പൊ ലീപ്പ് ഇയർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ അതിനെ അതിവർഷം എന്നാണ് പറയുന്നത്. ഡിയർ വൺസ്, എ ഇയർ ഈസ് യൂഷ്വലി ഡിവൈഡഡ് ഇൻറ്റു സമ്മർ, വിന്റർ, സ്പ്രിംഗ് ആൻഡ് ഓട്ടം. എന്തൊക്കെയാണ്? സമ്മർ, വിന്റർ, സ്പ്രിംഗ് ആൻഡ് ഓട്ടം സീസൺസ്. 4 ഋതുക്കളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, 4 സീസൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഏതൊക്കെയാണ്? സമ്മർ ഉണ്ട്, വിന്റർ ഉണ്ട്, സ്പ്രിംഗ് ഉണ്ട്, ഓട്ടം ഉണ്ട്. സീസൺ ചേഞ്ച് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ദ പൊസിഷൻ ഓഫ് ദ എർത്ത് അറൌണ്ട് ദ സൺ. ഇങ്ങനെ സീസൺ മാറി വരുന്നതിന് കാരണം എന്താണ്? ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ദ പൊസിഷൻ ഓഫ് ദി എർത്ത് അറൌണ്ട് ദ സൺ. ഡ്യൂ ടു ദ പൊസിഷൻ അല്ലെ? ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ദ പൊസിഷൻ ഓഫ് ദ എർത്ത് അറൌണ്ട് ദ സൺ. ഈ പൊസിഷൻ മാറുന്നത് കൊണ്ടാണ് ഉണ്ടാകുന്നത് ഈ കാലാവസ്ഥ, ഇങ്ങനെ ഋതുക്കൾ മാറി, സീസൺ മാറി മാറി വരുന്നത്. ഏതൊക്കെയാണ് 4 സീസൺ? സമ്മർ, വിന്റർ, സ്പ്രിംഗ് ആൻഡ് ഓട്ടം. അതായത് എന്തൊക്കെയാ? ഗ്രീഷ്മം, ശൈത്യം, വസന്തം, ഹേമന്തം എന്നിങ്ങനെ മലയാളത്തിൽ പറയും. അതിന് കാരണം എന്താ? ഇങ്ങനെ സീസൺ മാറി വരാൻ കാരണം എന്താണ്? പറഞ്ഞല്ലോ, മിസ് പറഞ്ഞായിരുന്നല്ലോ എന്താണ് കാരണം എന്ന്. അതായത് സീസൺ ചേഞ്ച് ഡ്യൂ ടു ദ പൊസിഷൻ ഓഫ് സൺ. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ സ്ഥാനചലനമാണ് ഇതിന് കാരണം. അതായത് സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ സ്ഥാനചലനമാണ് ഇതിന് കാരണം. ദീർഘവൃത്താകൃതിയിലുള്ള ഒരു സഞ്ചാര പഥത്തിലൂടെയാണ് ആര് സഞ്ചരിക്കുന്നത്? ഭൂമി സൂര്യന് ചുറ്റും നീങ്ങുന്നത്. അപ്പം ദീർഘവൃത്താകൃതിയിലുള്ള ഒരു സഞ്ചാര പഥത്തിലൂടെ ഭൂമി സൂര്യന് ചുറ്റും നീങ്ങുന്നു. ക്ലിയർ ആയോ മക്കളെ? 21st June the northern hemisphere is tilted towards the sun. 21st June the northern hemisphere is tilted towards the sun. The rays of the sun fall directly on the Tropic of Cancer. The rays of the sun falls directly on the Tropic of Cancer. As a result, these areas receive more heat. As a result, these areas receive more heat.
the areas near the poles receive less heat. That time, the areas near the poles receives less heat. As the rays of the sun are slanting, as the rays of the sun are slanting, the north pole is inclined towards the sun and the places beyond the Arctic Circle experiences continuous daylight for about 6 months. Continuous daylight for about 6 months. Since a large portion of the northern hemisphere is getting light from the sun, large portions of the northern hemisphere getting light from the sun. ജൂൺ 21 നോർത്തേൺ ഹെമിസ്ഫിയർ സൂര്യന് അല്പം ചരിഞ്ഞാണ് കാണപ്പെടുക. അതിനാൽ സൂര്യരശ്മികൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ നേരെ സൂര്യരശ്മികൾ പതിക്കുന്നു. അതിനാൽ ഈ പ്രദേശത്ത് ചൂട് കൂടുതൽ ആയിരിക്കും. ഈ പ്രദേശത്ത് ധാരാളമായിട്ട് ചൂടും പ്രകാശവും ലഭിക്കുന്നുണ്ട്. സൂര്യരശ്മികൾ ചരിഞ്ഞു പതിക്കുന്നതിനാൽ പോൾസില് ചൂട് വളരെ കുറവായിരിക്കും. കാരണം എന്താ? സൂര്യരശ്മികൾ ചരിഞ്ഞു പതിക്കുന്നു. അതുകൊണ്ട് പോൾസില് ചൂട് വളരെ കുറവ് ആയിരിക്കും. അപ്പം നോർത്തേൺ ഹെമിസ്ഫിയറിന്റെ വലിയൊരു ഭാഗത്ത് തുടർച്ചയായിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്നു. ഈ കാലയളവില് നോർത്തേൺ ഹെമിസ്ഫിയറിന്റെ വലിയൊരു ഭാഗത്ത് തുടർച്ചയായിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ട്. അതിനാൽ ഈ ഭാഗത്ത് സമ്മർ സീസൺ ആയിരിക്കും. ഇങ്ങനെ സൂര്യപ്രകാശം തുടർച്ചയായിട്ട് ലഭിക്കുന്ന ഈ ഭാഗത്ത് സമ്മർ സീസൺ ആയിരിക്കും. നോർത്തേൺ ഹെമിസ്ഫിയറിലെ ഏറ്റവും ദൈർഘ്യം കൂടിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നത് ജൂൺ 21. അതായത് ഏറ്റവും ദൈർഘ്യം കൂടിയ പകലും ഏറ്റവും കുറഞ്ഞ രാത്രിയും അനുഭവപ്പെടുന്നത് ജൂൺ 21. എന്നാൽ സദേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയായിരിക്കും? സദേൺ ഹെമിസ്ഫിയറിൽ നേരെ റിവേഴ്സ് ആയിരിക്കും. അവിടെ വിന്റർ സീസൺ ആയിരിക്കും. ഇവിടെ സമ്മർ സീസൺ ആയിരിക്കും. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ സീസണും സദേൺ ഹെമിസ്ഫിയറിൽ വിന്റർ സീസണും ആയിരിക്കും. രാത്രികൾ പകലുകളേക്കാൾ ദൈർഘ്യം ഉള്ളവയായിരിക്കും. ഇവിടെ രാത്രി ഹ്രസ്വമാണെങ്കിൽ അവിടെ രാത്രി ദൈർഘ്യമുള്ളത് ആയിരിക്കും. ദിസ് പോർഷൻ ഓഫ് ദ എർത്ത് ഈസ് കോൾഡ് സമ്മർ സോളിസ്റ്റിസ് എന്ന് പറയുന്നു. ഇതിനെയാണ് സമ്മർ സോളിസ്റ്റിസ് എന്ന് പറയുന്നത്. ഓൺ 22nd December, the Tropic of Capricorn receives direct rays of the sun as the south pole tilts towards it, as the sun's rays fall vertically at the Tropic of Capricorn. As sun's rays fall vertically at the Tropic of Capricorn. A larger portion of the southern hemisphere gets light. A larger portion of the southern hemisphere gets light. Therefore, it is summer in the southern hemisphere. Therefore, it is which season? Summer in the southern hemisphere. Then it is summer in the southern hemisphere with longer days and shorter nights. Longer days and shorter nights. And the reverse happen in the northern hemisphere. This position of the earth is called the winter solstice. This position of the earth is called the winter solstice. ഡിസംബർ 22 ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ ധാരാളം സൂര്യതാപം സ്വീകരിക്കുന്നു. അതായത് ഏറ്റവും കൂടുതൽ സൂര്യതാപം സ്വീകരിക്കുന്നത് ഡിസംബർ 22 എവിടെയാണ്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ. അപ്പൊ ഇതിന് കാരണം സൗത്ത് പോൾ സൂര്യന് നേരെ ചരിഞ്ഞിരിക്കുന്നു. ഇതിന് കാരണം എന്താണ്? സൗത്ത് പോള് സൂര്യന് നേരെ തിരിഞ്ഞിരിക്കുന്നു, അല്പം ചരിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അവിടെ എന്തായിരിക്കും? സമ്മർ സീസൺ ആയിരിക്കും. അപ്പൊ ദൈർഘ്യം ഏറിയ പകലും ഷോർട്ട് നൈറ്റ്സും ആയിരിക്കും, ഹ്രസ്വമായ രാത്രിയും ആയിരിക്കും. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിലോ റിവേഴ്സ് ആയിരിക്കും, അല്ലെ? നേരെ തിരിച്ചായിരിക്കും അനുഭവപ്പെടുക. അതായത് അവിടെ വിന്റർ ആയിരിക്കും. വിന്റർ ആണ്. ഹ്രസ്വമായ പകലും ദൈർഘ്യം ഏറിയ രാത്രിയുമായിരിക്കും അവിടെ അനുഭവപ്പെടുന്നത്. ഇതിനെയാണ് നമ്മൾ വിന്റർ സോളിസ്റ്റിസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓൺ
21st March and September 23rd. Direct rays of the sun fall on the equator. Direct rays of the sun fall on the equator. At this position, neither the poles is tilted towards the sun. So, the whole earth experience equal days and equal nights. This is called equinox. മാർച്ച് 21ും സെപ്റ്റംബർ 23ും സൂര്യപ്രകാശം നേരെ ഭൂമധ്യരേഖയിൽ പതിക്കുന്നു. ഒരു ധ്രുവവും സൂര്യനിലേക്ക് ചരിഞ്ഞിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ട് ഇവിടെ തുല്യ രാത്രിയും തുല്യ പകലുകളും ആയിരിക്കും. ഈ തുല്യ രാത്രിയും തുല്യ പകലുകളും ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇക്വിനോക്സ് എന്ന് ഇതിനെ വിളിക്കുന്നു. എന്താ വിളിക്കുക? ഇക്വിനോക്സ് എന്ന് വിളിക്കുന്നു. തുല്യ രാത്രിയും തുല്യ പകലുകളും ആയിരിക്കും എന്നാണ് 21st മാർച്ചും സെപ്റ്റംബർ 23rd. അത് കാരണം എന്താണ്? ഭൂമധ്യരേഖയിലേക്ക് വരുമ്പോൾ, നമ്മുടെ ഇക്വേറ്റർ ആണെന്നറിയാലോ, ഭൂമധ്യരേഖ എന്ന് പറഞ്ഞാൽ ഇക്വേറ്റർ വരുമ്പോഴത്തേക്കും എന്താ സംഭവം? സൂര്യപ്രകാശം നേരെ ഭൂമധ്യരേഖ ഇക്വേറ്ററിലേക്ക് പതിക്കുന്നു. അതുകൊണ്ടാണ്. അപ്പൊ പോൾസ് ഒന്നും ഇത് ചരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തുല്യമായിട്ട് രാത്രിയും പകലും തുല്യം ആയിരിക്കും. ഈ സമയത്ത് രാത്രിയും പകലുകളും തുല്യം ആയിരിക്കും. ഇതിനെ നമ്മൾ ഇക്വിനോക്സ് എന്നാണ് വിളിക്കുന്നത്. On 23rd September, it is autumn season in the northern hemisphere and spring season in the southern hemisphere. The opposite is the case on 21st March, when it is spring in the northern hemisphere and autumn in the southern hemisphere. ക്ലിയർ ആയില്ലേ മക്കളെ? അപ്പം എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഡേയ്സ് ആൻഡ് നൈറ്റ്സ് ആൻഡ് ചേഞ്ചസ് ഇൻ ദ സീസൺ ബിക്കോസ് ഓഫ് ദ റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ ഓഫ് ദ എർത്ത് റെസ്പെക്റ്റീവ്ലി. അപ്പൊ രാത്രിയും പകലും ഉണ്ടാകുന്നതും ഋതുക്കൾ മാറി വരുന്നതിനും ഒക്കെ കാരണം റൊട്ടേഷനും റെവല്യൂഷനും ആണ്. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കാണുക, ടെക്സ്റ്റ് ബുക്ക് 2-3 ആവർത്തി വായിക്കുക. ഓക്കെ ചിൽഡ്രൻ? Okay children, see you, love you, bye.